വളരെ പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതിയിൽ നിന്ന് വരികയാണ്. സംഭൽ മസ്ജിദിലെ തുടർ നടപടി നിർത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. തുടർ നടപടികൾ തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. സമാധാന സമിതി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ഡി ധനസുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ധനസുമോദ്, എന്താണ് കോടതി നിർദ്ദേശം? ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഒരു നടപടി പോലും, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ തരത്തിലുള്ള നടപടികൾ തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് സർവേ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ജില്ലാ കോടതികളാണ് ഉത്തരവിട്ടിരുന്നത്. ഇത്തരം നടപടികൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ്. സമാധാന ശ്രമങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം. മാത്രമല്ല, സമാധാനത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. സമാധാനത്തിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന അഭിഭാഷകനായ അഹമ്മദിയായിരുന്നു ഹാജരായിരുന്നത് മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 ഹർജികളാണ് ഇത്തരം സർവേ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കുകയാണ്. കോടതി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിയമം തടഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള സർവേ നടപടികളുമായി ജില്ലാ കോടതികൾ മുന്നോട്ട് പോയാൽ വലിയ തരത്തിലുള്ള ഒരു ഭവിഷ്യത്ത് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിചാരണ കോടതിയുടെ ഈ തരത്തിലുള്ള ജില്ലാ കോടതിയുടെ നടപടി മുന്നോട്ടുള്ള പോക്ക് ഇപ്പോൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. ആദ്യം ഇപ്പോൾ മുൻകൈ എടുക്കേണ്ടത്, ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത് സമാധാനം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ വാദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.